ദി കൗൺസിൽ എന്ന ഹൈ പ്രൊഫൈൽ ടോക്ക് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഹരീഷ് മഹാദേവൻ. ഇന്ന് സമൂഹത്തിൽ പലപ്പോഴായും തെറ്റായി ചിത്രീകരിക്കപ്പെടുകയും വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നതുമായ ഒരു വിഷയമാണ് ഓണററി ഡോക്ടറേറ്റ്സ്. ഇതിനെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനായി ഒരു ഉത്തരവാദിത്തമുള്ള പൗരൻ എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അടുത്ത കാലത്തായി ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചതിന് ശേഷം വ്യക്തികൾ അഭിമാനത്തോടെ അവരുടെ പേരുകൾക്ക് മുമ്പിലായി ഡോക്ടർ DR എന്ന് ചേർക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ഇത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. വർഷങ്ങളുടെ പഠനത്തിലൂടെയും ഗവേഷണത്തിലൂടെയും നേടിയ അക്കാഡമിക് ഡോക്ടറേറ്റും അംഗീകാരത്തിൻ്റെ അടയാളമായി മാത്രം നൽകുന്ന ഓണററി ഡോക്ടറേറ്റും തമ്മിൽ വേർതിരിച്ചറിയാൻ പലർക്കും കഴിയുന്നില്ല. ഈ വ്യക്തത ഇല്ലായ്മ ഗുരുതരമായ സാമൂഹികവും നിയമപരവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രശ്നം മനസ്സിലാക്കാൻ ഓണററി ഡോക്ടറേറ്റ് യഥാർത്ഥത്തിൽ എന്താണെന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ഓണററി ഡോക്ടറേറ്റ് ഒരു അക്കാഡമിക് ബിരുദമല്ല. ഒരു പ്രത്യേക മേഖലയിലോ സമൂഹത്തിലോ മികച്ച നേട്ടങ്ങൾ, സംഭാവനകൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയ്ക്ക് ഒരു വ്യക്തിക്ക് ഒരു യൂണിവേഴ്സിറ്റിയോ സ്ഥാപനമോ നൽകുന്ന സിംബോളിക്കായ അംഗീകാരമാണിത്. ഫോർമൽ അക്കാഡമിക് എഡ്യൂക്കേഷൻ ആവശ്യമില്ലാത്ത എന്നാൽ ചില മേഖലകളിൽ അസാധാരണമായ സ്വാധീനം ചെലുത്തിയ കലാകാരന്മാർ, സാമൂഹിക പ്രവർത്തകർ, ജീവകാരുണ്യ പ്രവർത്തകർ, സംരംഭകർ, ശാസ്ത്രജ്ഞർ, പൊതുസേവകർ അല്ലെങ്കിൽ വ്യക്തികൾ എന്നിവർക്ക് ഇത് നൽകാം. അത് ഒരു ബഹുമതിയാണ്, ഡിഗ്രിയല്ല. PhD പോലുള്ള ഒരു യഥാർത്ഥ അക്കാഡമിക് ഡോക്ടറേറ്റിന് വർഷങ്ങളുടെ പഠനം, ഗവേഷണം, ഒരു തീസിസ് സമർപ്പിക്കൽ, വിദഗ്ധരുടെ വിലയിരുത്തൽ എന്നിവ ആവശ്യമാണ്. ഇത് കർശനമായ അക്കാഡമിക് നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുകയും യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ പോലുള്ള നിയമപരമായ സ്ഥാപനങ്ങളാൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. മറുവശത്ത് ഓണററി ഡോക്ടറേറ്റിൽ കോഴ്സ് വർക്ക്, പരീക്ഷകൾ, ഗവേഷണം അല്ലെങ്കിൽ തീസിസ് സമർപ്പിക്കൽ എന്നിവ ഉൾപ്പെടുന്നില്ല. ബഹുമാനത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും സിംബലായിട്ടാണ് ഇത് നൽകുന്നത്. അതിനാൽ ഓണററി ഡോക്ടറേറ്റിനെ PhD പോലുള്ള ഡോക്ടറേറ്റുമായി തുലനം ചെയ്യുന്നത് ബേസിക്കലി തെറ്റാണ്. പ്രത്യേക മേഖലകളിലെ മികവിനെ അംഗീകരിക്കുന്നതിനായി വ്യത്യസ്ത വിഭാഗങ്ങളിലാണ് ഓണററി ഡോക്ടറേറ്റുകൾ നൽകുന്നത്. ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് അതായത് DLit, ഡോക്ടർ ഓഫ് സയൻസ് DSc, ഡോക്ടർ ഓഫ് ലാസ് LLD, ഡോക്ടർ ഓഫ് സോഷ്യൽ വർക്ക് ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെ. സാഹിത്യം, വിദ്യാഭ്യാസം, തത്വചിന്ത, സംസ്കാരം, മാധ്യമം എന്നിവയിൽ മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾ, എഴുത്തുകാർ, പണ്ഡിതന്മാർ, പത്രപ്രവർത്തകർ, സാമൂഹിക ചിന്തകർ എന്നിവർക്കാണ് ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് DLit നൽകുന്നത്. ശാസ്ത്രജ്ഞർ, ഗവേഷകർ, സാങ്കേതിക വിദഗ്ധർ സാമൂഹിക നേട്ടത്തിനായി ശാസ്ത്രീയ അറിവോ പ്രായോഗിക ശാസ്ത്രമോ ഗണ്യമായി വികസിപ്പിച്ച മെഡിക്കൽ പ്രൊഫഷണലുകൾ എന്നിവർക്കാണ് ഡോക്ടർ ഓഫ് സയൻസ് DSc നൽകുന്നത്. നിയമം, നീതി, ഭരണഘടനാ വികസനം
എന്നിവയിൽ സംഭാവന നൽകിയ നിയമജ്ഞർ, ജഡ്ജിമാർ, നിയമപണ്ഡിതർ, പൊതുനേതാക്കൾ എന്നിവർക്കാണ് സാധാരണയായി ഡോക്ടർ ഓഫ് ലോസ് LLD നൽകുന്നത്. സാമൂഹിക സേവനം, മനുഷ്യാവകാശങ്ങൾ, സമൂഹ വികസനം, കലകൾ, പൊതുജനക്ഷേമം, മാനുഷിക ശ്രമങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഡോക്ടർ ഓഫ് സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ഹ്യൂമാനിറ്റീസ് എന്നിവ നൽകുന്നതാണ്. സമൂഹത്തെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ദീർഘകാല സമർപ്പണത്തെ അംഗീകരിക്കുന്നു. ഓരോ തരത്തിലുള്ള ഓണററി ഡോക്ടറേറ്റും സ്വീകർത്താവിൻ്റെ സ്വാധീന മേഖലയെ പ്രതിഫലിക്കുന്നതാണ്. സമീപകാലത്ത് നിരവധി യഥാർത്ഥ സംഭവങ്ങൾ ഈ വിഷയം പൊതുചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈവറ്റ് അല്ലെങ്കിൽ വിദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഓണററി ഡോക്ടറേറ്റ് നേടിയ വ്യക്തികൾ പ്രൊഫഷണലായി, പ്രത്യേകിച്ച് മെഡിസിൻ, ലാ, എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ് തുടങ്ങിയ മേഖലകളിൽ DR അല്ലെങ്കിൽ ഡോക്ടർ എന്ന പദവി ഉപയോഗിക്കാൻ തുടങ്ങിയ സന്ദർഭങ്ങളുണ്ട്. ഈ തെറ്റായ ഉപയോഗം പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചില സന്ദർഭങ്ങളിൽ ദോഷം വരുത്തുകയും ചെയ്തു. ഉദാഹരണത്തിന്, ആ വ്യക്തി അക്കാഡമിക്കലി എലിജിബിൾ ആണെന്ന് വിശ്വസിച്ച് ആളുകൾ വൈദ്യപരമോ നിയമപരമോ ആയ ഉപദേശം തേടിയിട്ടുണ്ട്. ഈ പദവി ഓണററി ആണെന്നും പ്രൊഫഷണൽ ക്രെഡൻഷ്യലുകൾ പിന്തുണയ്ക്കില്ലെന്നും പിന്നീട് കണ്ടെത്തി. ഓണററി പദവികൾ ദുരുപയോഗം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പൊതുജനത്തെ കുഴപ്പത്തിലാക്കുന്നതെന്നും ഇത്തരം സംഭവങ്ങൾ വ്യക്തമായി തെളിയിക്കുന്നു. ഓണററി ഡോക്ടറേറ്റ് നൽകുന്ന സ്ഥാപനങ്ങൾ അവാർഡിന് പകരമായി പണമോ സ്പോൺസർഷിപ്പോ പബ്ലിസിറ്റിയോ ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് അധാർമികവും ഓണററി അംഗീകാരത്തിൻ്റെ മനോഭാവത്തിന് വിരുദ്ധവുമാണ്. ഓണററി ഡോക്ടറേറ്റ് യോഗ്യതയുടെയും സംഭാവനയുടെയും അടിസ്ഥാനത്തിൽ നിയമാനുസൃതമായ ഒരു സ്ഥാപനം സ്വമേധയാ നൽകണം. പണം കൊടുത്തു വാങ്ങിയോ ഇത് എനിക്ക് നൽകണമെന്ന് അവകാശപ്പെടുകയോ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ബഹുമതികൾ പോലും കമേഴ്സ്യലൈസ് ചെയ്യുമ്പോൾ അവയ്ക്ക് വിശ്വാസ്യത നഷ്ടപ്പെടുകയും സമൂഹത്തെ വഞ്ചിക്കുന്നതിന് തുല്യമാവുകയും ചെയ്യുന്നു. ഓണററി ഡോക്ടറേറ്റ് ലഭിക്കുന്നത് അഭിമാനത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കാര്യമാണെങ്കിലും അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് കബളിപ്പിക്കുന്നതിനും വഞ്ചിക്കുന്നതിനും തുല്യമാണെന്ന് എടുത്തു കാണിക്കേണ്ടത് പ്രധാനമാണ്. വൈദ്യശാസ്ത്രം, നിയമം, വിദ്യാഭ്യാസം തുടങ്ങിയ നിയമത്താൽ ഭരിക്കപ്പെടുന്ന തൊഴിലുകളിൽ സ്വയം അക്കാഡമിക് യോഗ്യതയുള്ളതായി ചമഞ്ഞ് പൊതുജനത്തെ ആകർഷിക്കുകയും പണം ഉണ്ടാക്കുകയും ചെയ്യുന്നത് നിയമപരമായി ശിക്ഷാർഹമാണ്. ഡോക്ടറേറ്റിൻ്റെ പേരിലുള്ള പൊതുവഞ്ചനയെ ബഹുമാനത്തിൻ്റെ മറവിൽ ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് കോടതികൾ നിരന്തരം പറയുന്നുണ്ട്. ഓണററി ഡോക്ടറേറ്റ് നൽകുന്ന എല്ലാ സ്ഥാപനങ്ങളും അംഗീകരിക്കപ്പെട്ടതോ വിശ്വസനീയമോ അല്ല എന്നതാണ് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന വശം. പല സ്വയം പ്രഖ്യാപിത സംഘടനകളും നിയമപരമായ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുകയും പബ്ലിസിറ്റിക്കോ സാമ്പത്തിക നേട്ടത്തിനോ വേണ്ടി ഓണററി ഡോക്ടറേറ്റുകൾ സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്യുന്നു. സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത പരിശോധിക്കാതെ അത്തരം ഓണററി ഡോക്ടറേറ്റ് സ്വീകരിക്കുന്നത് ഒരാളുടെ പ്രശസ്തിയെ നശിപ്പിക്കുകയും പൊതുവിമർശനത്തിന് ഇടയാക്കുകയും ചെയ്യും. ഏതെങ്കിലും ഓണററി അംഗീകാരം സ്വീകരിക്കുന്നതിനോ ഉപയോഗിക്കുന്നതിനോ മുമ്പ് അതിനെക്കുറിച്ചുള്ള ധാരണയും ജാഗ്രതയും അത്യാവശ്യമാണ്. ഓണററി ഡോക്ടറേറ്റ് ദുരുപയോഗം ചെയ്യുന്നത് വർഷങ്ങളുടെ സമർപ്പണത്തിലൂടെയും ഗവേഷണത്തിലൂടെയും ഡോക്ടറൽ ബിരുദങ്ങൾ നേടിയവരെ അവഹേളിക്കുന്നത് പോലെയാണ്. ഇത് അക്കാഡമിക് മികവിനെ മൂല്യത്തെ കുറച്ച് കാണിക്കുകയും അന്യായമായ തുല്യത സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സമൂഹം നേട്ടങ്ങളെയും അക്കാഡമിക് യോഗ്യതകളെയും ബഹുമാനിക്കണം. പക്ഷേ അവ ഒരിക്കലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതോ വഞ്ചിക്കുന്നതോ ആകരുത്. ഓണററി ഡോക്ടറേറ്റ് സ്വീകരിക്കുന്നവർക്ക് ആ പദവി ഉചിതമായി ഉപയോഗിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഓണററി ഡോക്ടറേറ്റ് എന്ന് തന്നെ വ്യക്തമായി പേരിനോടൊപ്പം എഴുതുകയോ
അല്ലെങ്കിൽ HONDLIT ഓണററി ഡിലിറ്റ് അല്ലെങ്കിൽ ഓണററി PhD പോലുള്ള ചുരുക്കെഴുത്തുകൾ ഉപയോഗിക്കുകയോ ചെയ്യുക എന്നതാണ് ലോകമെമ്പാടുമുള്ള ഏറ്റവും മികച്ച രീതി. ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ഡിലിറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. സാഹിത്യം, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ പൊതുജീവിതം എന്നിവയ്ക്ക് നൽകുന്ന സംഭാവനകൾക്ക് പരമ്പരാഗതമായി നൽകുന്ന അക്കാഡമിക് ബഹുമതികളിലൊന്നാണിത്. ഓണററി ഡോക്ടറേറ്റിനെ മാത്രം അടിസ്ഥാനമാക്കി പ്രൊഫഷണൽ ജീവിതത്തിൽ DR ഡോക്ടർ എന്ന പ്രിഫിക്സ് ഉപയോഗിക്കുന്നത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ഓണററി ഡോക്ടറേറ്റ് നേടിയവർ ധാർമ്മിക ഉത്തരവാദിത്തത്തിന് പുറമെ അത് ദുരുപയോഗം ചെയ്യുമ്പോഴുണ്ടാകുന്ന നിയമ നടപടികളെക്കുറിച്ച് കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓണററി ഡോക്ടറേറ്റുകളെ മാത്രം നിയന്ത്രിക്കുന്ന ഒരൊറ്റ നിയമം ഇന്ത്യയിലില്ലെങ്കിലും അവയുടെ ദുരുപയോഗം നിലവിലുള്ള വിവിധ നിയമങ്ങൾ പ്രകാരം നടപടിയെടുക്കും. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ആക്ട് 1956 അംഗീകൃത സർവകലാശാലകൾ നൽകുന്ന ബിരുദങ്ങളും പദവികളും നിയന്ത്രിക്കാൻ UGCക്ക് അധികാരം നൽകുന്നു. ഇത് അക്കാഡമിക് ബിരുദങ്ങളും ഓണററി അംഗീകാരങ്ങളും തമ്മിൽ വ്യക്തമായി വേർതിരിക്കുന്നു. ബിരുദങ്ങൾ നൽകുന്നുവെന്ന് തെറ്റായി അവകാശപ്പെടുന്ന ഏതൊരു സ്ഥാപനത്തിനും അല്ലെങ്കിൽ അക്കാഡമിക് യോഗ്യത കൈവശമുണ്ടെന്ന് തെറ്റായി പ്രതിനിധീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കുമെതിരെ UGC ചട്ടങ്ങൾ ലംഘിച്ചതിന് നടപടിയെടുക്കാം. കൂടാതെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം പൊതുജനങ്ങളെ വഞ്ചിക്കുന്നതിനായി ഓണററി ഡോക്ടറേറ്റ് ദുരുപയോഗം ചെയ്യുന്നത് വഞ്ചന, ആൾമാറാട്ടം എന്നിവയുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ ലഭിക്കാനിടയുണ്ട്. പ്രത്യേകിച്ചും അത്തരം തെറ്റായ പ്രാതിനിധ്യം തൊഴിൽ, ക്ലയൻറ്റുകൾ, പണം അല്ലെങ്കിൽ പ്രൊഫഷണൽ നേട്ടം എന്നിവ നേടുന്നതിന് ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രം, നിയമം, വിദ്യാഭ്യാസം അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലുള്ള നിയന്ത്രിത മേഖലകളിൽ അവർക്ക് ക്രിമിനൽ പ്രോസിക്യൂഷൻ, പിഴ അല്ലെങ്കിൽ ബാധകമായ IPC വകുപ്പുകൾ പ്രകാരം തടവ് പോലും നേരിടേണ്ടി വന്നേക്കാം. ലൈസൻസുകൾ റദ്ദാക്കുകയോ സ്ഥിരമായ അയോഗ്യത വരുത്തുകയോ ഉൾപ്പെടെയുള്ള അച്ചടക്ക നടപടികൾ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡികൾക്ക് നടപ്പിലാക്കാം. നിയമവിരുദ്ധമായി ഓണററി ഡോക്ടറേറ്റ് വിൽക്കുകയോ തെറ്റായി നൽകുകയോ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് നിയമപരമായ അധികാരികളുടെ അടച്ചുപൂട്ടൽ, ശിക്ഷകൾ, നിയമ നടപടികൾ എന്നിവ നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ ഓണററി ഡോക്ടറേറ്റുകൾ ബഹുമാനത്തിൻ്റെ അടയാളങ്ങളാണെങ്കിലും അവയുടെ ദുരുപയോഗം നിരുപദ്രവകരമല്ലെന്ന് മനസ്സിലാക്കേണ്ടത് നിർണായകമാണ്. ഓണററി ഡോക്ടറേറ്റ് നേടിയ ആൾ അത് ദുരുപയോഗം ചെയ്താൽ സർവകലാശാലകൾക്ക് ഓണററി ബിരുദങ്ങൾ റദ്ദാക്കാവുന്നതാണ്. അധികാര ദുർവിനിയോഗം അല്ലെങ്കിൽ സ്ഥാപനത്തിന് അപമാനം വരുത്തുന്ന പെരുമാറ്റം തുടങ്ങിയ ധാർമ്മിക ലംഘനങ്ങൾ നടത്തിയ കേസുകളിൽ സർവകലാശാലകൾ ഓണററി ബിരുദങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്. വഞ്ചന, അഴിമതി, ലൈംഗിക കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഡോക്ടറേറ്റ് റദ്ദാക്കുന്നതിനുള്ള ശക്തമായ കാരണങ്ങളാണ്. കാരണം അവ ബിരുദവുമായി ബന്ധപ്പെട്ട ബഹുമാനത്തിനും സത്യസന്ധതയ്ക്കും വിരുദ്ധമാണ്. കൂടാതെ കോപ്പിയടി അല്ലെങ്കിൽ പൊതുജന വിശ്വാസത്തിന് കോട്ടം വരുത്തുന്ന പെരുമാറ്റം എന്നിവ ഉൾപ്പെടെയുള്ള ദുഷ്കൃത്യങ്ങൾ ഡോക്ടറേറ്റ് റിവോക്കിങ്ങിലേക്ക് നയിച്ചേക്കാം. ഭരണസമിതിയുടെ ഒഫീഷ്യൽ അനാലിസിസിന് ശേഷമാണ് സാധാരണയായി റിവോക്കിംഗ് തീരുമാനിക്കുന്നത്. ഇത് ഒരു ഓണററി ബിരുദം വിശ്വാസത്തിൻ്റെയും ഉത്തരവാദിത്തത്തിൻ്റെയും അടയാളമാണെന്നും സ്ഥിരമായ അവകാശമല്ലെന്നും ഉള്ള തത്വം പ്രതിഫലിപ്പിക്കുന്നു. ഇത് ഗുരുതരമായ നിയമപ്രത്യാഘാതങ്ങളും വിശ്വാസ്യതയ്ക്കും കരിയറിനും ദീർഘകാല നാശവും ക്ഷണിച്ചു വരുത്തും. പൊതുജനങ്ങൾക്കും അതിൽ പങ്കുണ്ട്. ആളുകൾ ശരിയായി വേർതിരിച്ചറിയാൻ പഠിക്കണം. ടൈറ്റിലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം യോഗ്യതകൾ പരിഗണിക്കരുത്. അക്കാഡമിക് യോഗ്യതകൾ, പ്രൊഫഷണൽ ലൈസൻസുകൾ, സ്ഥാപനപരമായ അംഗീകാരം എന്നിവയെക്കുറിച്ചുള്ള അവബോധം ഇന്നത്തെ സമൂഹത്തിൽ അനിവാര്യമാണ്. ഡോക്ടർ പോലുള്ള ടൈറ്റിലുകളോടുകൂടിയ അന്ധമായ ബഹുമാനം ചൂഷണത്തിലേക്കും തെറ്റായ വിവരങ്ങളിലേക്കും നയിച്ചേക്കാം. സമൂഹത്തിൽ ഓണററി ബിരുദങ്ങളുടെ പങ്ക് എന്താണെന്ന് കൂടി വ്യക്തമാക്കാം. ഓണററി ഡോക്ടറേറ്റുകൾ സമൂഹത്തെ മൊത്തത്തിൽ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഈ ബിരുദങ്ങൾ യുവാക്കളെ അറിവ്, സർഗാത്മകത, അർത്ഥവത്തായ കരിയർ
എന്നിവ പിന്തുടരാൻ പ്രചോദിപ്പിക്കുന്നു. സമർപ്പണവും കഴിവും വിലമതിക്കപ്പെടുന്നുവെന്ന് കാണിക്കുന്നു. മാനവികതയ്ക്ക് ഗണ്യമായ സംഭാവനകൾ നൽകിയ വ്യക്തികളെ എടുത്തു കാണിച്ചുകൊണ്ടും സാമൂഹിക നന്മയ്ക്കും നവീകരണത്തിനും ധാർമ്മിക നേതൃത്വത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചുകൊണ്ടും അവ സേവനത്തെയും മികവിനെയും പ്രോത്സാഹിപ്പിക്കുന്നു. പണ്ഡിതന്മാരും പ്രാക്ടീഷണർമാരും അറിവ് പങ്കിടുകയും പോസിറ്റീവ് മാറ്റങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുമ്പോൾ ഓണററി ബിരുദങ്ങൾ അക്കാഡമിക് മേഖലയെ യഥാർത്ഥ ലോക സ്വാധീനവുമായി ബന്ധിപ്പിക്കുന്നു. സർവകലാശാലകളും സമൂഹവും തമ്മിലുള്ള വിടവ് നികത്തുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ വീണ്ടും പറയുന്നു, ഓണററി ഡോക്ടറേറ്റുകൾ ബഹുമതികളാണ്, ബിരുദങ്ങളല്ല. ഓണററി ഡോക്ടറേറ്റ് സ്വീകരിക്കുന്നതിലും ആഘോഷിക്കുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷേ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അത് ദുരുപയോഗം ചെയ്യുന്നതിലാണ് തെറ്റ്. പൗരന്മാർ, പ്രൊഫഷണലുകൾ, സ്ഥാപനങ്ങൾ എന്നീ നിലകളിൽ നാം സുതാര്യത, സത്യസന്ധത, ധാർമ്മിക നിലവാരം എന്നിവ നിലനിർത്തണം. ദുരുപയോഗം തടയുന്നതിനുള്ള താക്കോലാണ് അവബോധം. വ്യക്തത വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. നമുക്ക് നേട്ടങ്ങളെ ബഹുമാനിക്കുകയും ബഹുമതികൾ വഞ്ചനയുടെ ഉപകരണങ്ങളല്ല, മറിച്ച് ബഹുമതികളായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യാം. ഈ അറിവ് അംഗീകാരത്തെ നിരുത്സാഹപ്പെടുത്താനല്ല, മറിച്ച് അന്തസ്സും സത്യവും പൊതുജന വിശ്വാസവും സംരക്ഷിക്കാനാണ്. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻ്റായി ചോദിക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിന് ലഭിച്ച സപ്പോർട്ടിന് നന്ദി. നമസ്കാരം.